മെനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്രം കൃഷിയുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും വളരെയേറെ സഹായിക്കുന്നുണ്ട്. കൃഷിയുടെ നൂതനമായ വളർച്ചയ്ക്ക് ടിഷ്യൂ കൾച്ചർ ഇന്ന് വളരെയേറെ സഹായകമാണ്. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിന്ന് മനസ്സിലാക്കാം. ടിഷ്യൂ കൾച്ചർ സാങ്കേതികവിദ്യ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. പലരും ടിഷ്യൂ കൾച്ചർ തൈകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഈ സാങ്കേതികവിദ്യ? ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ ബേസിക്കലി പല ചെടികളിലും നമുക്ക് വേണ്ടപ്പെട്ട ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യാനുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ. ഏതൊക്കെ ഇനം ചെടികളാണ് ഇപ്പം കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ രീതി വഴി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ സാധാരണഗതിയിൽ ഇപ്പോൾ ടിഷ്യൂ കൾച്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഴയുണ്ട്, പിന്നെ ആന്തൂറിയം ചെയ്യാറുണ്ട്, ഓർക്കിഡ്സ് ഉണ്ട്, പിന്നെ പല ഫോളിയേജ് ഓർണമെൻ്റൽ ചെടികളും നമ്മൾ ടിഷ്യൂ കൾച്ചറായിട്ട് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഏറ്റവും അധികം കർഷകർ ഉപയോഗിക്കുന്നതും ടിഷ്യൂ കൾച്ചർ രീതി വഴി ഉൽപ്പാദിപ്പിച്ച വാഴകളാണ്. വാഴയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നതും, അല്ലേ? ഈ എന്തുകൊണ്ടാണ് നമ്മളുടെ പരമ്പരാഗത നടീൽ വസ്തുവായ വാഴക്കണ്ണിന് പകരം ടിഷ്യൂ കൾച്ചർ തൈകൾ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? വാഴയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ മുറ്റത്തിൽ നല്ലൊരു വാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെതായ ഒരു ലൈഫ് സൈക്കിൾ കൂടി വന്ന 8-10 വാഴക്കണ്ണാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ 8-10 കണ്ണ് വെച്ചിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയ ഏരിയയിൽ നമുക്ക് അത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വാഴ വേണമെങ്കിൽ അതിൻ്റെ ഏക മാർഗം ടിഷ്യൂ കൾച്ചർ മുഖാന്തരം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ എണ്ണ നമുക്ക് ചെയ്യാനും പറ്റും. കുറവ് സമയത്ത് അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മാതൃസസ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു വാഴയ്ക്ക് കൂടുതലായിട്ടുള്ള സിമിലാരിറ്റി കാണുകയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും കാണും. ഈ വാഴയ്ക്കകത്ത് ടിഷ്യൂ കൾച്ചർ രീതി വഴി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു ഗുണം മാതൃസസ്യത്തിലോട്ടുള്ള അതിൻ്റെ ഗുണങ്ങളെല്ലാം കാണിച്ചിരിക്കും. വേറെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? പിന്നെ പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നത് ടിഷ്യൂ കൾച്ചർ വാഴകൾ. കന്നുകൾ വച്ചെടുക്കുമ്പോഴേക്കും പല സൈസിലുള്ള കന്നുകൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരേ സമയത്ത് അതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടില്ല, ഈൽഡ് കിട്ടില്ല. ഇത് ടിഷ്യൂ കൾച്ചർ കൃഷിയാകുമ്പോഴേക്കും നമുക്ക് എല്ലാം ഒരേ സമയത്ത് തന്നെ നമുക്ക് കൊല കിട്ടുക എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് നല്ലൊരു വിപണി കണ്ടെത്താനും പറ്റും. അതുപോലെ സീസണുകൾക്കനുസരിച്ച് നമുക്കിത് പ്ലാൻ ചെയ്ത് വാഴ വെച്ച് ഒരേ സമയം ആ സമയമാകുമ്പോൾ കറക്റ്റ് കിട്ടത്തക്ക വിധത്തിൽ ടിഷ്യൂ കൾച്ചർ തൈ നട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, അതായത് വിളവെടുപ്പിക്കുന്നത് വാഴക്കന്ന് നട്ട് വിളവെടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയമാണോ വേണ്ട കുറച്ച് സമയം? ഇല്ല, 1 മാസത്തിന്റെ ഡിഫറൻസ് എപ്പോഴും ടിഷ്യൂ കൾച്ചർ വാഴ തൈകളിൽ നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. കന്ന് വെച്ചിട്ട് എടുക്കുമ്പോഴേക്കും 9-ാം മാസത്തിൽ കൊല വരുന്നതാണെങ്കിൽ 8-ാം മാസത്തിൽ കൊല വന്നിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള പഠനങ്ങളും എല്ലാ കർഷകരും പറയുന്നതും അങ്ങനെയാണ്. പിന്നെ രോഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഓരോ സ്റ്റേജിലും ടിഷ്യൂ കൾച്ചറിൻ്റെ ഓരോ പ്രോസസ്സിനകത്ത് നമ്മൾ നോക്കുമ്പോഴും ആദ്യം പോലെ തന്നെ നമുക്ക് രോഗങ്ങളില്ലാതെ ഫീൽഡിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴകൾ സാധിക്കുന്നുണ്ട്. കന്നുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല എന്തൊക്കെയുള്ളത്, അല്ലെങ്കിൽ മണ്ണിൽ തന്നെയുള്ള കുറേ രോഗാണുക്കൾ, വൈറസുകൾ അതുപോലെയുള്ളതെല്ലാം കയറി പ്രശ്നങ്ങളാണ് മെയിൻ കർഷകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ടിഷ്യൂ കൾച്ചർ വാഴകളിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. കർഷകർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ വരികയില്ല എന്നുള്ളത്. അതായത് അതിന് കൂമ്പടപ്പ് വരികയില്ല. അത് തെറ്റായിട്ടുള്ള ധാരണയാണോ അതോ ശരിയായിട്ടുള്ള ധാരണ തന്നെയാണോ? അത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ ലാബിൽ നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ വഴി കൊടുക്കുന്ന സസ്യങ്ങൾ ഫീൽഡിൽ എത്തുന്നവരെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അവ ഡിസീസ് ഫ്രീ ആണ്, അല്ലെങ്കിൽ രോഗവിമുക്തമാണ് എന്ന് നമുക്ക് പറയാം. വൈറസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റ് ഡിസീസുകളൊന്നും ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ ഒരു വൈറസ് ടെസ്റ്റിങ് അതെല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുന്നത്. ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മണ്ണിലേക്ക് വരുന്ന സമയത്ത് മണ്ണിൽ തന്നെ പല ടൈപ്പിലുള്ള പല രീതിയിൽ പല വിഭാഗത്തിൽപ്പെട്ട വൈറസുകൾ രോഗാണുക്കളെല്ലാം ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ടിഷ്യൂ കൾച്ചർ ഇതിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ
ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകിയതുപോലെയും ഭക്ഷിക്കുന്നവന്റെ ആഗ്രഹത്തിനൊത്ത് അത് രൂപാന്തരപ്പെട്ടതുപോലെയും ഇവർ നൽകുന്ന വിജ്ഞാനത്തെ സ്വീകരിക്കുമ്പോൾ ഈ കൃഷിയെയും രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് ഇവരിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. ഈ കേരളത്തിൽ തന്നെ ധാരാളം ഇനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നേന്ത്രനാണ്, പാളയംകോടൻ, കദളി, ചെങ്കദളി, അങ്ങനെ ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പം നേന്ത്രനിൽ തന്നെ പല ഇനങ്ങളുണ്ട്. ഓരോ കാലാവസ്ഥ, ഓരോ മണ്ണിൻ്റെ പ്രത്യേകത അനുസരിച്ച് കൃഷി ചെയ്യുന്ന ഇനങ്ങളുണ്ട്. ഇവിടെ ഈ ലാബിൽ ഏതൊക്കെ ഇനങ്ങൾ, അതായത് നേന്ത്രനിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ലാബിൽ പ്രധാനമായും ചെയ്യുന്ന വ്യവസായ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേന്ത്രൻ, റോബസ്റ്റ, ചെങ്കദളി, പൂജക്കദളി, ഞാലിപ്പൂവൻ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വ്യവസായ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഴ ഇനങ്ങളാണ് നമ്മുടെ ലാബിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. ഇതിൽ നേന്ത്രൻ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ആറ്റുനേന്ത്രൻ, ചങ്ങാലിക്കോടൻ, കാഴ്ചക്കൊല എന്ന് പറയുന്ന ചങ്ങാലിക്കോടൻ ഇനം, വണ്ടൂർ നേന്ത്രൻ, നെടുനേന്ത്രൻ, മേട്ടുപ്പാളയം നേന്ത്രൻ, ദെൻ കിൻഡൽ നേന്ത്രൻ. ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന ഒരു വാഴ ഇനമാണ് കിൻഡൽ നേന്ത്രൻ. ഈ നേന്ത്രൻ ഇനങ്ങളാണ് നമ്മുടെ ലാബിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അത് കൂടാതെ റോബസ്റ്റ നോക്കുകയാണെങ്കിൽ ഡോഫ് കാവൻഡിഷ്, ഗ്രാൻഡ് നെയിൻ, അതുപോലെയുള്ള ഇനങ്ങൾ. പിന്നെ ചെങ്കദളി, കപ്പവാഴ എന്ന് തിരുവനന്തപുരം സൈഡിൽ പറയുന്ന ചെങ്കദളി, ഞാലിപ്പൂവൻ, പൂജക്കദളി, ഇത്രയും വാഴ ഇനങ്ങളാണ് നമ്മുടെ ലാബിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതെ. ഇതിപ്പം എല്ലായിടത്തും ഇത് വളർത്തുന്നുണ്ടോ അതോ ഓരോ സ്ഥലത്തിനും ഇതിന്റെ പ്രത്യേകതകളോ? ഇല്ല, ഈ പേര് വരുന്നത് തന്നെ ഓരോ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആറ്റുനേന്ത്രൻ നോക്കുവാണെങ്കിൽ തന്നെ കുറച്ചധികം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ, ഒരുപാട് വെള്ളക്കെട്ടല്ല, കുറച്ചധികം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ്. നല്ലോണം വേര് പിടിച്ച് നിൽക്കും, ചീയൽ രോഗങ്ങൾ കുറവാണ്, നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനമാണ്. നമ്മൾ എവിറ്റിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ആറ്റുനേന്ത്രൻ. ചങ്ങാലിക്കോടൻ നോക്കുവാണെങ്കിൽ കൊലയുടെ തൂക്കം കുറവായിരിക്കും, പക്ഷേ ഏറ്റവും നല്ല പഴം, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് ചങ്ങാലിക്കോടൻ്റെയാണ്. തൃശ്ശൂർ സൈഡാണ് ഇതിൻ്റെ മെയിൻ ഒറിജിൻ എന്ന് പറയുന്നത്. ചങ്ങാലിക്കോടിൻ്റെ തൃശ്ശൂരാണ്. കാഴ്ചക്കൊല, ഓണ സമയത്ത് കാഴ്ചക്കൊല എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറിൽ നമ്മൾക്ക് കിട്ടുന്ന ഫ്രൂട്ട് ചങ്ങാലിക്കോടനാണ്. ഇത് കൂടാതെ നെടുനേന്ത്രൻ, അതായത് തൂക്കം കൂടുതലായിരിക്കും, നല്ല വേരോട്ടം ഉണ്ടായിരിക്കും, ഏത് കാലാവസ്ഥയിൽ നിന്നും ഡിസീസ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. രോഗപ്രതിരോധ ശേഷിയുള്ള നെടുനേന്ത്രൻ, വണ്ടൂർ നേന്ത്രൻ, ഈ രണ്ട് ഇനങ്ങളും നമ്മുടെ ലാബിൽ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴ്നാടൻ ഒരു ഇനമായ മേട്ടുപ്പാളയം നേന്ത്രൻ, ബോർഡറിലെല്ലാം വരുന്ന മേട്ടുപ്പാളയം നേന്ത്രൻ ഇനങ്ങളും നമ്മുടെ ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെയ്യും. ആക്ച്വലി ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ വി ക്യാൻ പ്രൊഡ്യൂസ് എനി പ്ലാന്റ് പ്രൊവൈഡഡ് വി ക്യാൻ ഗെറ്റ് ദ റൈറ്റ് മദർ പ്ലാന്റ് ആൻഡ് അതിൻ്റെ ഒരു വയബിലിറ്റി നോക്കണം. ടിഷ്യൂ കൾച്ചർ ഇസ് നോട്ട് എ ചീപ്പ് വേ ഓഫ് പ്രൊപ്പഗേഷൻ. It is a little more expensive way of propagation. അപ്പം ബൈ സീഡ് അല്ലെങ്കിൽ ബൈ കട്ടിങ്സ് അല്ലെങ്കിൽ ബൈ ബഡിങ് കിട്ടാത്ത വെറൈറ്റികളാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ്. പിന്നെ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്നത് ടു ഇൻക്രീസ് ഈൽഡ്, വൺ ടു ഡെവലപ്പ് ന്യൂ വെറൈറ്റീസ്, ടു ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് സെലക്റ്റഡ് വെറൈറ്റീസ്. അങ്ങനെ പല റീസൺസ് ആയി ടിഷ്യൂ കൾച്ചറിന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം വരുന്നത്. ഈ ടിഷ്യൂ കൾച്ചർ രീതി വഴി ഉൽപ്പാദിപ്പിച്ച തൈകളും നമ്മുടെ സാധാരണ പരമ്പരാഗത രീതിയിലുള്ള വാഴക്കന്നുകളുടെയും ഇവിടെയെല്ലാം നടിയിൽ രീതി അല്ലെങ്കിൽ കൃഷി രീതി എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? രണ്ടും നമ്മൾ കൃഷിയിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴയായാലും പരമ്പരാഗതമായ കന്നാണെങ്കിലും വയ്ക്കുന്നതും പിന്നെ അതിനെ വിള പരിപാലിച്ച് വരുന്നതെല്ലാം ഒരേ രീതിയിൽ തന്നെ മാറ്റങ്ങളൊന്നുമില്ലാതെ വയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ കൊടുക്കുന്ന വളപ്രയോഗങ്ങളായാലും വെള്ളം എല്ലാം ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച വാഴത്തൈ കുറച്ച് ഉയർത്തി നടണമെന്നുള്ളത് അല്ലേ? മറ്റേത് ഒരു കുഴി എടുത്തിട്ടാണ് വാഴക്കന്ന് വയ്ക്കുന്നത്, അത് ശരിയാണോ? അതിനകത്ത് പറയുന്നത് വാഴക്കന്നാണെങ്കിൽ അതിനകത്ത് ആ ഒരു മാണം, അതിനകത്ത് അതിൻ്റെതായ ഒരു ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴിയിലേക്ക് വെച്ച് കഴിഞ്ഞാലും അതിന് കയറി പോരാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ വാഴ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ ഗ്രീൻ ഹൗസിൽ നിന്ന് ഒരു ചെറിയ പോളി കവറിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാഴയാണ്. അതിന് വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചില്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയത്തേക്ക് നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ അതിനെ കുറച്ച് കുഴി എടുക്കുകയാണെങ്കിൽ കുഴിയിൽ ആവശ്യത്തിന് വേണ്ട അടിവളങ്ങൾ, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അടിവളങ്ങളെല്ലാം കൊടുത്ത് അതിനെ കവറിൽ നിന്ന് എടുത്ത് വെച്ച് വേരിനൊന്നും കോട്ടം വരുത്താത്ത രീതിയിൽ വെച്ച് വളർത്തി ഒരു തണൽ കൊടുക്കും. കുറച്ച് ദിവസത്തേക്ക് നല്ല ഗ്രീൻ ഹൗസിൽ നിന്ന് കൊണ്ടുവന്ന ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് സൂര്യപ്രകാശത്തിലേക്ക് വയ്ക്കുമ്പോൾ പൊള്ളിപ്പോവുക അങ്ങനെയുള്ള പ്രോബ്ലം വരുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ കർഷകർ പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു 15 ദിവസത്തേക്കെങ്കിലും തണൽ കൊടുത്ത രീതി, ആവശ്യത്തിന് വളം, അതൊരു വേര് പിടിക്കുന്നവരെ ആവശ്യത്തിന് വെള്ളം കൊടുത്ത് വളർത്തി എടുക്കുക. ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ വാഴ രീതിയിൽ അത് കയറി പോകുന്നുള്ളൂ.
പ്രാരംഭ ദശയിലുള്ള വളർച്ച വളരെ സ്ലോ ആണ്, വളരെ സാവധാനമാണ്. ആദ്യത്തെ ഒരു മാസത്തോളം ഇത്തിരി പതുക്കെ കയറി വരുള്ളൂ. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മറ്റു രീതിയിൽ വെച്ചുകൊണ്ടിരിക്കും. ആദ്യത്തെ ഒരു മാസം, പിന്നെ സാധാരണ പോലെ ഒരു മാസം കഴിഞ്ഞോളം നമുക്ക് സാധാരണ രീതിയിൽ വളർച്ചകൾ തുടങ്ങാം. പിന്നെ വാഴ പെട്ടെന്ന് കയറി വരും. കേരളത്തിലെ രീതി എന്ന് പറയുന്നത് നമ്മളുടെ വാഴയ്ക്ക് ചുറ്റും, അതായത് മാതൃസസ്യത്തിന് ചുറ്റും നിൽക്കുന്ന കന്നുകൾ വേർപെടുത്തിയെടുത്ത് നടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച ഒരു ചെടി, അതിൻ്റെ ചുവട്ടിൽ നിന്നും ഉണ്ടാകുന്ന തൈകൾ നമ്മൾ അടുത്ത ജനറേഷൻ, അടുത്ത പ്രാവശ്യം നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ടിഷ്യൂ കൾച്ചർ പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണത്തോടും കൂടി ഒരു സസ്യത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ആ ഒരു ടിഷ്യൂ കൾച്ചർ വാഴ വെച്ച് പിന്നെ അതിൻ്റെ കന്നുണ്ടാക്കുമ്പോൾ ആ മാതൃസസ്യത്തിൻ്റെ ഗുണം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ വയ്ക്കുന്നതിന് കുഴപ്പമില്ല. സാധാരണ രീതിയിൽ തന്നെ അതിനകത്ത് വിളവുണ്ടാകുന്നതായിരിക്കും. ഈ ആദായത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഈ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച വാഴകൾക്ക് കിട്ടുന്ന കൊലകൾ കൂടുതൽ ആദായം നൽകുന്നതാണോ അതോ പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ? എല്ലാത്തിലും ഒരു ശരാശരി തൂക്കം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത്തവാഴ നോക്കുകയാണെങ്കിലും ഒരു 17-18 കിലോ ശരാശരി തൂക്കം കർഷകന് എപ്പോഴും കിട്ടുന്നുണ്ട്. റോബസ്റ്റ ആണെങ്കിലും ഒരു 35-40 കിലോ, ഇപ്പോൾ ഗ്രാൻഡ് നെയിൻ നോക്കുകയാണെങ്കിലും 35-40 കിലോ ശരാശരി തൂക്കം കിട്ടുന്ന വിളകളാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മളൊരു മാതൃസസ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഒരു മാതൃസസ്യം ആവശ്യമാണെന്നുള്ളത്. ഇതെവിടെ നിന്നാണ് അല്ലെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ മദർ പ്ലാന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചില സെലക്റ്റഡ് കർഷകർ, നമുക്ക് അറിഞ്ഞ് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്ത് വിഷ്വലി നമ്മൾ ആദ്യം ആ ചെടി ഇൻസ്പെക്ട് ചെയ്തിട്ട്, അപ്പോൾ വാഴയുടെ കേസാണെങ്കിൽ കൊലയുടെ എത്ര കൊലയുണ്ട്, അതിന് കിട്ടുന്ന തൂക്കം എത്രയുണ്ട്, ആ വക കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒരു വിഷ്വലി നോക്കിയിട്ട് അതിൽ വൈറസ് ഫ്രീ ആണോ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. അതായത് ബാഹ്യമായിട്ട് വൈറസിൻ്റെ, അതായത് പൂമ്പടപ്പ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്ത ശേഷം നമ്മൾ അതിൽ നിന്ന് കട്ടിങ് എടുത്ത ശേഷം ടിഷ്യൂ എക്സ്ട്രാക്ട് ചെയ്ത ശേഷം നമ്മളത് അനലൈസ് ചെയ്തിട്ട് ലാബിൽ വൈറസ് ഫ്രീ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അത് നമ്മൾ പ്രൊഡക്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന ദൈവത്തിൻ്റെ ഔദാര്യത്തെ വെളിപ്പെടുത്തുന്നു എന്ന ദൈവവചനം ടിഷ്യൂ കൾച്ചർ കൃഷിയിലൂടെ കൂടുതൽ അന്വർത്ഥമാകുന്നു. ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൾച്ചർ ഈ രൂപത്തിലാണ് ലാബിൽ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൾച്ചറിൽ നിന്നാണ് നമ്മൾ ക്ലീൻ ചെയ്ത്, ഈ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിലുള്ള ഈ ഗ്രോയിങ് മീഡിയ നമ്മൾ വാഷ് ചെയ്ത് എടുത്തിട്ട് പ്ലാന്റ്സ് എടുക്കും, ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നിട്ട് ഈ പ്ലാന്റ്സ് ആണ് ഈ രൂപത്തിൽ നമുക്ക് പ്ലാന്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്. പ്ലാന്റിങ്ങിന് വേണ്ടി നമുക്ക് ലാബിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻസ് ആർക്കും പോലെ ഇതാണ്. ഈ രീതിയിൽ കിട്ടുന്ന ചെടിയെ നമ്മൾ വളർത്താൻ ഹാർഡൻ ചെയ്ത് നമ്മുടെ നോർമൽ കണ്ടീഷനിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് ചകിരിച്ചോറാണ് നമ്മളിവിടെ മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഗ്രോയിങ് മീഡിയ. അപ്പോൾ പോളി ബാഗിൽ നിറച്ച ചകിരിച്ചോറിനകത്തേക്ക് നമുക്ക് ഈ ലാബിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെടികളും പ്ലാന്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വച്ച് ഒരു 2 മാസമാണ് ഹാർഡനിങ് ടൈം എന്ന് പറയുന്നത്. അതായത് ഫീൽഡിലേക്ക് കൊണ്ടുപോയി അയാൾക്ക് ഒരു കർഷകന് കൃഷി ഇടത്തിലേക്ക് വയ്ക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് 2 മാസം പ്രായമായ ചെടിയാണ്. അതായത് ഒരു 5-6 ഇല പ്രായമായ ചെടിയാണ് നമ്മൾ കർഷകന് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും കൊടുക്കുന്നത് തീരെ ചെറിയ ചെടികൾ. ടിഷ്യൂ കൾച്ചർ വാഴ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഇത് തീരെ ചെറിയൊരു വാഴ. നമ്മൾ അങ്ങനെയല്ല, കർഷകന് കൊണ്ടേ വച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ 5-6 ഇല പ്രായമായ ചെടികൾ 2 മാസം കൊണ്ട് കൊടുക്കും. ഓരോ സ്റ്റേജ് ഇതാണ്. ഓരോ സ്റ്റേജിലും ഒരു 5-6 ഇല പ്രായമാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ കേരളത്തിലെ കർഷകർ അത് സ്വീകരിച്ചിട്ടുണ്ടോ? എത്ര പേരത് കൃഷി ചെയ്യുന്നുണ്ട്? അതോ ഇപ്പോഴും ആളുകൾ പരമ്പരാഗതമായിട്ടുള്ള വാഴക്കന്നുകൾ തന്നെയാണോ കേരളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിള വാഴയാണെങ്കിലും അത് ഇപ്പോഴും ടിഷ്യൂ കൾച്ചർ വാഴകൃഷി കർഷകരുടെ ഇടയിലേക്ക് അത്ര രീതിയിൽ അങ്ങ് പ്രചരിച്ചിട്ടില്ല. അതിപ്പോ ഗവൺമെന്റ് ആണെങ്കിലും കൃഷി വകുപ്പ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും ഇതുവരെയും കർഷകരെ ബോധവാന്മാരാക്കാൻ, ഇതിന്റെ ഗുണങ്ങൾ ബോധവാനാക്കാൻ, ഇതിന്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എങ്ങനെയെല്ലാം സാധാരണ പരമ്പരാഗത രീതിയെ വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവരെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കൃഷി വകുപ്പ് പോലെയുള്ള സ്ഥാപനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ എവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്?
കേരളത്തിനേക്കാളും കൂടുതൽ പുറത്തുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെയുള്ള കർണാടക, മഹാരാഷ്ട്ര സ്ഥലങ്ങളിലാണെങ്കിൽ അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. അവിടെ നമ്മുടെ ഇവിടത്തേക്കാളും നോക്കുവാണെങ്കിലും എല്ലാവരും ഒരുമാതിരി ഒരു പെർസെൻറ്റേജ് വരെ നല്ല രീതിയിൽ ചെയ്യുന്നത് ടിഷ്യൂ കൾച്ചർ വാഴകൃഷി. അവിടെ പരമ്പരാഗതമായ രീതിയേക്കാളും കൂടി ഒരുപാട് ലാഭങ്ങളുണ്ട്, നല്ല പ്രോഡക്റ്റ്സ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അവരെങ്ങനെ കർഷകരെ അതെല്ലാ രീതിയിലും ബോധ്യപ്പെടുത്തുവാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനും സാധിക്കുന്നുണ്ട്, മറ്റു കൃഷി ഓഫീസർമാർക്കാണെങ്കിലും എല്ലാവർക്കും സാധിക്കുന്നുണ്ട്, ലാബുകൾക്കും സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ആ സംസ്ഥാനങ്ങളിൽ ഇതിനൊരു പ്രധാന വിളയാക്കി എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഒരു മാതൃസസ്യത്തിൻ്റെ കോശം എടുത്തിട്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. അത് എത്ര ജനറേഷൻ, അതായത് ഇങ്ങനെ സബ് കൾച്ചറിംഗ് എന്ന് പറയും, എത്ര ജനറേഷൻ വരെ അത് പോകാൻ പറ്റും? നമുക്ക് അതിൻ്റെ ക്യാരക്ടർ എല്ലാം റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 9 സബ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയും നമ്മളതിന്. അപ്പോൾ ഏകദേശം ഒരു 8-9 മൾട്ടിപ്ലിക്കേഷൻ സൈക്കിൾസ് നമുക്ക് അതിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുതിയ മാതൃസസ്യത്തിൽ നിന്നും കോശം എടുത്തിട്ട് തുടങ്ങുന്നു. അല്ലെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് പിന്നെയും ഡിഫോമിറ്റീസ് വന്ന് തുടങ്ങാൻ സാധിക്കും. ഒരു ഗുണനിലവാരമുള്ള ഒരു ലാബും, ധാരാളം ലാബുകൾ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലുമുണ്ട്, വാഴയാണെങ്കിലും ബാക്കി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ഗുണനിലവാരമുള്ള ഒരു ലാബിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന രീതി. അതെ, അതായത് ഒരു നല്ല മാതൃസസ്യം നമുക്ക് ഒരു ഫീൽഡിൽ കണ്ടു കഴിഞ്ഞാൽ, സാറ് പറഞ്ഞ പോലെ തന്നെ അതിനെ ബാഹ്യമായി നോക്കുമ്പോൾ അത് രോഗവിമുക്തമാണെങ്കിൽ അതിനെ ലാബിൽ കൊണ്ടുവന്ന് ലാബിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ വൈറസ് ടെസ്റ്റിങ്, ഡിസീസ് ടെസ്റ്റിങ്, എന്തെല്ലാം ഡിസീസ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു നല്ല ലാബിന് കഴിയും. പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി അക്രഡിറ്റ് ചെയ്ത ലാബുകളാണ് മിക്കവാറും നല്ല ലാബുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ലാബാണെങ്കിലും DBT അക്രഡിറ്റഡ് ആണ്. ഇവിടെ ചെയ്യുന്ന രീതികളല്ല, നമ്മൾ ഇവിടെ ചെയ്യുന്നത് കൂടാതെ വൈറസ് ടെസ്റ്റിംഗ് അതുപോലെ ഇവിടെ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്ത് അവിടെ നിന്നും അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി തന്നെയാണ് നമ്മുടെ ഓരോ പ്രോഡക്ട്സും നമ്മുടെ ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പറയാം, നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരുന്നത് രോഗവിമുക്തമായ അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു സസ്യമാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഈ പല കർഷകരും വാഴകൃഷി ചെയ്യുമ്പോൾ ടിഷ്യൂ കൾച്ചർ തൈകൾ വിചാരിക്കുന്നത് പോലെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ അതിൻ്റെ വലിപ്പം ഇതൊന്നും ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇത് 2 കാരണവും പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ചിലപ്പോൾ നമുക്ക് ഈ കർഷകർ എടുക്കുന്ന ലാബ് ഒന്നാമത് അത് അക്രഡിറ്റഡ് ലാബാണോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ അല്ലെങ്കിലും മിക്കവാറും ചില സംഭവിക്കുന്ന സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ ആ ലാബ് സബ് കൾച്ചേഴ്സ് കൂട്ടിയെടുക്കാൻ സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു 8-9 സൈക്കിൾ എടുക്കുമ്പോൾ ആ മദർ പ്ലാന്റിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ആ പ്ലാന്റ്സിൽ കാണുന്നുണ്ടാവില്ല. പക്ഷെ അത് 10, 15, 20 സൈക്കിളിലോട്ട് നമ്മൾ പോകുമ്പോൾ ആ കിട്ടുന്ന കൾച്ചേഴ്സിൽ തന്നെ ക്യാരക്ടേഴ്സ് ഡീജനറേറ്റ് ആയി ക്വാളിറ്റി മോശമായി. അപ്പോൾ ആ മോശമായ ക്വാളിറ്റി ഉള്ള ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഫീൽഡിൽ കൊണ്ടുപോകുമ്പോൾ എന്തായാലും അതിൻ്റെ പ്രതീക്ഷിക്കുന്ന അതേപോലെയുള്ള അത് ഒന്ന്. രണ്ടാമത് പല കർഷകരിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണെങ്കിൽ അതിന് കാര്യമായിട്ട് നമുക്ക് കെയർ എടുക്കാൻ ആവശ്യമില്ല, അതിൻ്റേതായ ഒരു നല്ല ക്വാളിറ്റി കൊണ്ട് തന്നെ നമുക്ക് ക്രോപ്പ് കിട്ടുന്ന ഒരു ധാരണയുണ്ട്. അത് ശരിയല്ല. നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മുടെ സക്കറിയിൽ നിന്ന് എടുത്ത ഒരു വാഴ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ കെയറും വളവും വെള്ളം എല്ലാ സംഗതികളും അതുപോലെ തന്നെ ചെയ്താലേ നമുക്ക് ആ ടിഷ്യൂ കൾച്ചർ പ്ലാന്റിൻ്റെ അതിൻ്റെതായ ഈൽഡ് കിട്ടുള്ളൂ. വാഴയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. വേറെ ഏതൊക്കെ ഇനം ചെടികളാണ് ടിഷ്യൂ കൾച്ചർ രീതി വഴി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളത്തിൽ പ്രധാനമായും ഫ്ലോറികൾച്ചറൽ വിഭാഗത്തിൽ
കുറച്ച് ചെടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആന്തൂറിയം ചെയ്യുന്നുണ്ട്, ഓർക്കിഡുകൾ, ജെർബറ. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കട്ട് ഫ്ലവർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജെർബറയാണ്. ജെർബറ ഒരുപാട് ലാബുകൾ ചെയ്യുന്നുണ്ട്. ഓർക്കിഡ്സിൻ്റെ പല പല വെറൈറ്റികൾ ചെയ്യുന്ന ലാബുകളുണ്ട്. ദെൻ ആന്തൂറിയം ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഫോളിയേജസ്, ഓർണമെന്റൽ ഫോളിയേജ് ചെടികൾ ചെയ്യുന്നുണ്ട്. ആന്തൂറിയത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആന്തൂറിയത്തിൽ എന്തിനാണ് ടിഷ്യൂ കൾച്ചർ രീതി ആന്തൂറിയത്തിൽ അവലംബിക്കാനുള്ള കാര്യം എന്താ? ആന്തൂറിയം എല്ലാവരും ചെയ്യുന്നത് അതിൻ്റെ പ്രധാന മാതൃസസ്യത്തിൽ നിന്ന് അതിൻ്റെ സൈഡിൽ വരുന്ന ഓഫ് ഷൂട്ട്സ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് പ്രൊഡക്ഷനാണ് കട്ട് ഫ്ലവർ ഇൻഡസ്ട്രിയിലെ മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എപ്പോഴും കുറഞ്ഞ ഒരു സാഹചര്യങ്ങളെ കർഷകർക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആകുമ്പോൾ നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ, പ്ലാന്റിൻ്റെ ക്വാളിറ്റി, ഉണ്ടാകുന്നത് ഫ്ലവറിൻ്റെ ആ ഒരു പ്ലാന്റ് അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ നമുക്ക് കൊണ്ട് കർഷകർക്ക് ഏൽപ്പിക്കാം. അവർ കൃഷി ചെയ്ത് കിട്ടുന്ന വിളവ് കിട്ടുന്നതും നല്ലൊരു ക്വാളിറ്റിയുള്ള വിളവ് നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് പറയാനും സാധിക്കുന്നുണ്ട് ആന്തൂര്യം. ടിഷ്യൂ കൾച്ചർ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കേരളത്തിലെ വാഴ കർഷകരോട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കാണും അല്ലേ? അതൊന്ന് പറയാമോ? കേരളത്തിലെ കർഷകർ പ്രധാനമായും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം വിപണി കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്രോബ്ലം. ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ വാഴ പോലെ നേരത്തെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും ഒരു സീസണെ നോക്കി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓണം പോലുള്ള സീസണുകളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒന്നാണ് വാഴ. പച്ചക്കായ ആണെങ്കിലും വാഴപ്പഴമാണെങ്കിലും അതുപോലെ ഉത്സവ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റുപോകും. സോ ആ സമയത്തേക്ക് വേണ്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ വിപണി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരേ സമയത്ത് തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നതുകൊണ്ട് കൃഷിയിലുണ്ടാകുന്ന ആ ചെലവുകളെല്ലാം, അതായത് ആളെ വച്ച് നിർത്തി ചെയ്യിക്കുന്നതിൻ്റെ എല്ലാം ആ ഒരു പ്രശ്നങ്ങളെല്ലാം പണിക്കൂലി കുറച്ചെടുക്കാനും കിട്ടുന്ന ആദായം ആ ഒരു സമയത്ത് തന്നെ നല്ല രീതിയിൽ കിട്ടാനും സാധിക്കുന്നു. സോ ടിഷ്യൂ കൾച്ചർ വാഴകൾ ചെയ്യുമ്പോൾ ഒരു ഗുണം പ്രധാനമായിട്ട് ഇതാണ്. പ്ലാൻ ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം എന്ന ചിന്തകളാണ് ഉള്ളതെങ്കിൽ വചനം പറയുന്നത് പോലെ ഫലമോ ദാരിദ്ര്യം. അതുകൊണ്ട് ഏറെ ശ്രദ്ധയും പരിപാലനയും ആവശ്യപ്പെടുന്ന ഈ കൃഷിരീതി സ്വീകരിക്കാൻ അലസത കൂടാതെ നമുക്ക് കർമ്മനിരതരാകാം. നമ്മൾ നല്ലൊരു സിലക്ഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടിഷ്യൂ കൾച്ചർ. നല്ലൊരു മദർ പ്ലാന്റ് വിത്ത് ഗുഡ് ഈൽഡ് ആൻഡ് ഗുഡ് അതർ ക്വാളിറ്റീസ് ദറ്റ് വി വോണ്ട് അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ നമ്മുടെ പ്രൊഡക്ഷനും ഫൈനൽ പ്രൊഡക്ഷൻ ഓൾസോ വിൽ ബി എക്സാക്ട്ലി ദ സെയിം ആസ് ദ സെലക്റ്റഡ് മദർ പ്ലാന്റ്സ്. ഇപ്പോൾ ഒരു പുതിയ വെറൈറ്റി, ഇപ്പം ബ്രീഡേഴ്സും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റും ഒക്കെ ഒരു പുതിയ വെറൈറ്റി ഇറക്കുകയാണെങ്കിൽ അത് ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്ത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്ര ചുരുങ്ങിയ സമയത്ത് ഫാമർ ലെവലിൽ എത്തിക്കാൻ പറ്റും. വിളവിൻ്റെ നൂറുമേനിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തികച്ചും വ്യത്യസ്തമായ കൃഷിയും കൃഷിരീതികളും അനുവർത്തിക്കുന്ന കർഷകർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ടു ദ പ്രൊഡ്യൂസർ, വിളവിൻ്റെ നൂറുമേനി, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com. ഫോൺ 0496 266 4688. അടുത്തയാഴ്ച മറ്റൊരു കാർഷിക വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.